നിങ്ങൾ ഡോക്ടേഴ്സ് യൂഷ്വലി പറയുക ഒരു മനുഷ്യൻ ഒരു ദിവസം 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം എന്നുള്ളതാണല്ലോ. വെള്ളം കൂടുതൽ കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് വെള്ളം കൂടുതൽ കുടിച്ചാൽ ഷോർട്ട് ടേമിൽ കുടിച്ചാൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ അത് കുറച്ച് ചേഞ്ചസ് വരുത്തുന്നു ബോഡിയിൽ. നമുക്ക് ചിലപ്പോൾ സോഡിയം കുറയാം. നമുക്ക് കറക്റ്റായിട്ട് ആഹാരം കഴിച്ചിട്ട് സോഡിയം കുറയാൻ പറ്റും. സോഡിയം കുറയുമ്പോൾ ബ്രെയിൻ ചേഞ്ചസ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് വരാം. പിന്നെ അങ്ങനെ കുടിക്കുന്ന കിഡ്നി അഡ്ജസ്റ്റഡ് ആവും, അഡാപ്റ്റ് ചെയ്യും ഈ ഹൈ വെള്ളം കുടിക്കാൻ. അപ്പോൾ അത് കോൺസെൻട്രേറ്റഡ് യൂറിൻ വരില്ല, എപ്പോഴും ഒരു ഡൈല്യൂട്ട് യൂറിനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളം കുടിക്കുമ്പോൾ. പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ പ്രോബ്ലം വരാം, അതും വരാം. അപ്പോൾ നമുക്ക് ആ അഡാപ്റ്റബിലിറ്റി എല്ലാം പോകും ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ അത് അഡ്വൈസബിൾ അല്ല അത്രയും വെള്ളം കുടിക്കുന്നത്, സ്ഥിരമായിട്ട് കുടിക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. അപ്പോൾ ഐഡിയൽ എന്ന് പറയുന്നത് 2 to 3 ലിറ്റേഴ്സ് തന്നെയാണ്. അങ്ങനെ അതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഓരോരുത്തരും കുടിക്കേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. കിഡ്നി പല റേഞ്ചിലും അത് അഡ്ജസ്റ്റ് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ദിവസം പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ വെള്ളം കൂടുതൽ കുടിക്കാൻ പറ്റിയത് 500 മില്ലി 600 മില്ലി ഇനി ഒന്നും സംഭവിക്കില്ല. സ്ഥിരമായിട്ട് അങ്ങനെ ആകുമ്പോൾ പ്രശ്നമാവും. ഇതേപോലെ തന്നെ നമ്മൾ ഒരു സാഹചര്യം നമ്മൾ 6 ലിറ്റർ 7 ലിറ്റർ കുടിക്കേണ്ടി വന്നു, കുടിച്ചാൽ അതൊന്നും സംഭവിക്കില്ല. പക്ഷെ അത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ അതും പ്രോബ്ലം വരും. അപ്പോൾ നമ്മളൊരു ആവറേജ് ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അത് 2 to 3 ലിറ്റേഴ്സ് വേണമെന്നില്ല. ചിലപ്പോൾ 1.5 ലിറ്റർ ആവാം, ചിലപ്പോൾ 1 ലിറ്റർ ആവാം, ചിലപ്പോൾ 2 ലിറ്റർ ആവാം. ഇങ്ങനെ നമ്മൾ കുടിക്കാം. നമുക്ക് ദാഹം അനുസരിച്ച് നമ്മൾ കുടിച്ചാൽ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഹെവി വർക്ക് ചെയ്യുന്നു, മാനുവൽ ലേബർ ചെയ്യുന്നു, വെയിലത്തിരിക്കുന്നു, അപ്പം നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കുന്നതാണ് നല്ലത്. വെള്ളം കുറച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രോബ്ലം വരാം. പിന്നെ നമ്മൾ ഈ ഓഫീസിലിരുന്ന് എയർ കണ്ടീഷൻഡ് ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ എത്ര വെള്ളം കുടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാളുടെ ഒരു നോർമൽ ബോഡി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു 30 to 50 ml per kilogram per day എന്നുള്ളതാണ് വെള്ളത്തിന്. അപ്പോൾ അതാ ഈ പറഞ്ഞ ഒരു ബോഡി വെയിറ്റ് അനുസരിച്ചാണ് ഒരു നോർമൽ റിക്വയർമെന്റ് പറയുന്നത്. ഈ ഒരുപാട് വെള്ളം കുടിച്ചാൽ വലിയ പ്രശ്നമെന്ന് പറഞ്ഞു, എന്നാലും പെട്ടെന്ന് ഒരുപാട് വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്നൊരു അവസ്ഥയൊക്കെ എത്താം. വാട്ടർ ഇൻടോക്സിക്കേഷൻ അതായത് ഒരുപാട് വെള്ളം ബോഡിയിലേക്ക് കയറി ഇതുപോലെ സോഡിയം കുറയും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി ഒരു അബോധാവസ്ഥയിൽ വരെ പോവാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ കിഡ്നി ഡിസീസസിനെ പറ്റി അല്ലെങ്കിൽ കിഡ്നി ഡിസ്ഫങ്ഷനെ പറ്റി കേട്ടിട്ടുള്ള ഏറ്റവും വലിയ മിത്തുകൾ ചോദിച്ചാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏറ്റവും കോമഡി തോന്നിയിട്ടുള്ള മിത്തുകൾ എന്തൊക്കെയാണ്? ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള എൻ്റെ ഒരു കിഡ്നിക്ക് മാത്രമാണോ കുഴപ്പം അതോ 2 കിഡ്നിക്കും കുഴപ്പം? അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ കാണുന്നു, അപ്പോൾ ചെറിയ ക്രിയാറ്റിനിൽ വേരിയേഷൻ കാണുന്നു. അപ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ് മെജോറിറ്റി ആൾക്കാരും ചോദിക്കുന്നത്. അതായത് ഒരു കിഡ്നിക്ക് മാത്രമേ ഉള്ളൂ അതോ 2ഉം അഫക്റ്റഡ് ആണോ എന്നുള്ളത്. അപ്പം ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മിത്താണ്. അതായത് ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ കിഡ്നിയുടെ ബ്ലഡ് ടെസ്റ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരണം എന്നുണ്ടെങ്കിൽ 2 കിഡ്നിയുടെയും പ്രവർത്തനം അബ്നോർമൽ ആയിരിക്കണം. അല്ല ഒരു കിഡ്നി നല്ലപോലെ വർക്കിംഗ് ആണ്, ഫോർ എക്സാമ്പിൾ ഒരാൾ കിഡ്നി ഡൊണേറ്റ് ചെയ്തു, അതിന് ഒരു കിഡ്നി അല്ലേ ഉള്ളൂ, അങ്ങനെ അല്ലെ ചിലർക്ക് ജന്മന ഒരു കിഡ്നിയെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരു പ്രോബ്ലം വരത്തില്ല. അതേപോലെ നമുക്ക് ഒരു അബ്നോർമാലിറ്റി വരണം എന്നുണ്ടെങ്കിൽ 2 കിഡ്നിയുടെയും പ്രവർത്തനം അബ്നോർമൽ ആയിരിക്കണം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചിരിപ്പിച്ചിട്ടുള്ള മിത്തുകൾ പിന്നെ പലരും കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പലരും പറഞ്ഞിട്ടില്ല ഈ കിഡ്നിയും ടെസ്റ്റിസും തമ്മിൽ ഡിഫറൻസ് അറിയാത്തവരാണ്. ടെസ്റ്റിസ് ആണ് കിഡ്നി വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, അതും പ്രശ്നമാണ്. ഒരാൾ ഇൻഫാക്ട് ഒരു ഡൊണേഷൻ വന്നപ്പോൾ ഒരാൾ മോന് ഡൊണേറ്റ് ചെയ്യാം, അമ്മ പറഞ്ഞു ഞാൻ ഡൊണേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അച്ഛന് ഭയങ്കര ചിരി, ഒരു കിഡ്നി ഇല്ലെന്ന് ഇവർക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ വേറൊരു മിത്ത് കേൾക്കാറുള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യത്തിലാണ്. അതായത് നമ്മൾ കിഡ്നി സ്വീകരിക്കുന്ന ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കിഡ്നി റിമൂവ് ചെയ്യുന്നില്ല, ഈ 2 കിഡ്നി അവിടെ വെച്ചേക്കും, 3ാമതൊരു കിഡ്നി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴത്തേക്കും സർജറിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ ലെഫ്റ്റ് കിഡ്നി ആണോ റിമൂവ് ചെയ്യുന്നത്, റൈറ്റ് ആണോ റിമൂവ് ചെയ്യുന്നത്, എന്നിട്ട് അവിടെയാണോ വെക്കുന്നത്. ആക്ച്വലി നമ്മൾ 2ഉം റിമൂവ് ചെയ്യുന്നില്ല, 3ാമതൊരു കിഡ്നി ആയിട്ടാണ് വെക്കുന്നത്. പലപ്പോഴും ഒരു കിഡ്നി ഇപ്പം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ 4ാമതൊരു കിഡ്നി ആയിട്ടാണ് വെക്കുന്നത്, ആ 3ാമത്തെ റിമൂവ് ചെയ്യത്തില്ല. റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും, നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തൊരു സാഹചര്യം വരുമ്പം, അല്ലെങ്കിൽ ചില റെയർ കണ്ടീഷൻസിൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് വളരെ വലിയ കിഡ്നിയൊക്കെ ആകുമ്പോൾ മാത്രമേ നമ്മൾ കിഡ്നി ആക്ച്വലി ട്രാൻസ്പ്ലാന്റേഷൻ റിമൂവ് ചെയ്തിട്ട് വേറൊരു കിഡ്നി വെക്കത്തുള്ളൂ. എപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടൊരു കിഡ്നി വെച്ചാണ് ചെയ്യുന്നത്. ഒരു മിത്താണ്, അതായത് എൻ്റെ ഒരു കിഡ്നി മാറ്റിയിട്ടാണ് നമ്മൾ വേറൊരു കിഡ്നി വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തമാശയ്ക്ക് കേട്ട വേറെ സംഗതിയാണ്. ഇപ്പം ഒരാൾ കിഡ്നി ഡൊണേറ്റ് ചെയ്യുന്നത് കേട്ടു, അപ്പോൾ ഒരാൾ ഇത് കേട്ടതെന്ന് പറഞ്ഞു അപ്പൊ അയാളുടെ ബട്ടക്സ് ഫ്ലാറ്റ് ആയി പോകുമെന്ന്. അവിടെയാണ് കിട്ടിയിരിക്കുന്നതാണ് വിചാരിക്കുന്നത്, അതെടുത്ത് മാറ്റുമ്പോഴേക്കും അവിടെ ഫ്ലാറ്റ് ആയി പോവാന്നുള്ള അത് തെറ്റാണ്. അതുപോലെ തന്നെ സതീഷ് സാർ പറഞ്ഞ പോലെ ഈ സ്ക്രോട്ടവും ബാക്കി സ്ട്രക്ചറായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ. പേഷ്യന്റ് വരുന്ന കംപ്ലൈന്റ് എൻ്റെ യൂറിനറി ബ്ലാഡർ വീർത്ത് വരുന്നെന്ന് പറയും.
ശരിക്കും വൃഷണത്തിന്റെ ചുറ്റും വെള്ളം കെട്ടി ഹൈഡ്രോസീൽ ഉണ്ടാകുന്നതിനാണ്. യൂറിനറി ബ്ലാഡർ അതല്ല. യൂറിനറി ബ്ലാഡർ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന സംഗതിയാണ്. ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നാറുണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ. ഇപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഡോണർ നമുക്ക് ഈ പറഞ്ഞ പോലെ കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിനാരിയോസ് ഉണ്ടാവുമല്ലോ. അപ്പം എന്താ നമ്മളപ്പോൾ ചെയ്യുക? യൂഷ്വലി എന്താ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്? അതായത് നമുക്കിപ്പം ലിവിങ് ഡോണർ ഈ പറഞ്ഞ പോലെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ആൾട്രോയിസ്റ്റിക് അൺറിലേറ്റഡ് ഡോണർ ആവാം. പല സാഹചര്യങ്ങളിലും നമുക്ക് ഡോണേഴ്സ് ഉണ്ടാവില്ല. ഉണ്ടാവാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മസ്തിഷ്ക മരണം സംഭവിച്ച കുടുംബങ്ങൾ അവരുടെ റിലേറ്റീവ്സ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്, മൃതസഞ്ജീവനി എന്ന് പറയും. അപ്പോൾ കേരള സോട്ടോ എന്ന് പറയും, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ വഴി നമ്മൾ ബേസിക്കലി രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ പേഷ്യൻസിനെ എല്ലാം നമ്മളൊരു ഗവൺമെന്റ് ലിസ്റ്റിൽ രജിസ്റ്റർ ചെയ്യും. നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ആരെങ്കിലും ഇതുപോലെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണ്, മസ്തിഷ്ക മരണം സംഭവിക്കുകയാണ്, അവരുടെ ബന്ധുക്കൾ നമ്മൾ ആ സമയത്ത് ഡൊണേഷന് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിഡ്നി ആ ലിസ്റ്റിൽ നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് അനുസരിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യും, ഗവൺമെന്റ് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ട്രാൻസ്പ്ലാന്റേഷന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ സർജറി അല്ല, അതൊരു മേജർ സർജറിയാണ്. അപ്പം നമുക്ക് അവർക്ക് അനസ്തീഷ്യ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് വേറെ ഇൻഫെക്ഷൻസ് ഉണ്ടോ, അവർക്കൊരു മേജർ സർജറി ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ഹെൽത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പരിശോധിച്ചിട്ട് മാത്രമേ നമുക്കൊരു ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പല സാഹചര്യങ്ങളിലും നമുക്ക് ചിലപ്പോൾ അനാറ്റമിക്കലായിട്ട് അല്ലെങ്കിൽ വേറെ പ്രോബ്ലംസ്, മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പാടില്ല. ഞാനപ്പോൾ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഞാനിപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറാണ് എന്ന് വിചാരിക്കുക, എൻ്റെ 2 കിഡ്നി ഹെൽത്തിയാണ്, നന്നായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു ആളാണെന്ന് വിചാരിക്കുക. കുറച്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കിഡ്നി ഡൊണേറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊരു 10 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ നിലവിലുള്ള ആ ഒരു കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഡോണർക്ക് രണ്ടാമത് സ്വീകരിക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? അതിൻ്റെ റിസ്ക് എങ്ങനെയാണ്? അതായത് നമുക്ക് ഡോണർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സേഫ് ആണെന്ന് പറഞ്ഞാലും ഒരു സാധനവും മെഡിസിനിൽ 100% സേഫ് ഇല്ല. ഈ ഡോണറിനും പിന്നീട് കിഡ്നി പ്രോബ്ലം വരാം. അത് അയാളും ഒരു മനുഷ്യനാണ്, അപ്പോൾ കിഡ്നി പ്രോബ്ലം എപ്പോൾ വേണമെങ്കിലും വരാം. മാത്രമല്ല ഈ നമ്മൾ കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് പിന്നെയും നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ്റെ പരിമിതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ പ്രോബ്ലം ആ ഡോണറിന് ഉണ്ടാവാം. അത് ചിലപ്പോൾ പിന്നീട് പ്രോഗ്രസ് ചെയ്യാം. ഈ പല രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഡൊണേറ്റ് ചെയ്ത ആളാണെങ്കിൽ അയാൾക്ക് ഈ ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ അയാൾക്ക് കുറേ പോയിന്റ്സ് കൊടുക്കും. അപ്പോൾ ലിസ്റ്റിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഡോണേഴ്സിന് സ്പെഷ്യൽ ആയിട്ടൊരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ആയിട്ടില്ല, പക്ഷേ അത് വരുന്നുണ്ട്. ഇൻ കോഴ്സ് ഓഫ് ടൈം നോട്ട് ഓൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ അവർക്ക് ചാൻസ് കിട്ടാൻ കൂടുതലുണ്ട്. പക്ഷേ ഡോണറും വരാം കോഴ്സ് ഓഫ് ടൈം. ഐതർ നാച്ചുറലായിട്ട് ഒരു ആക്സിഡൻ്റലായിട്ട് ബാക്കിയുള്ളവർ വരുന്ന പോലെ അസുഖം വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡൊണേഷൻ കാരണം വളരെ അപൂർവമായിട്ട് ചിലർക്ക് അങ്ങനെ കിഡ്നി പ്രോബ്ലം വരാം. ഇത് കംപ്ലീറ്റ് 100% നോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ പല രാജ്യങ്ങളും ഒരു 10 to 20% ആണ് ലിവിങ് ഡോണേഴ്സ്, ബാക്കി എല്ലാം മസ്തിഷ്ക മരണം കൊണ്ട് വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഡൊണേഷൻ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ എല്ലാവരും ഡൊണേറ്റ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് വരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഒരു ബന്ധു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദ ബെസ്റ്റ് യു ക്യാൻ ഡു, അയാൾക്ക് എന്തെങ്കിലും ആ വിവരങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വേറൊരാൾ കൊടുക്കുകയാണെങ്കിൽ വേറൊരാളുടെ ജീവിതം ഒരു പുനർജീവിതമായിട്ട് തുടങ്ങാൻ പറ്റും അവർക്ക്, ലിവറും കിഡ്നിയും എല്ലാം. അതേപോലെ അതാണ് ഇപ്പോൾ മസ്തിഷ്ക മരണമാണ് നമുക്ക് ഇനി പ്രൊമോട്ട് ചെയ്യേണ്ടതും. അത് വലിയൊരു ആവശ്യമായിട്ട്, അത് വലിയൊരു എന്തുവാണ് ബെനിഫിറ്റ് ആയിരിക്കും സൊസൈറ്റി ആസ് എ ഹോൾ. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം മരണം എല്ലാവർക്കും സംഭവിക്കും, പക്ഷേ എല്ലാ മരണവും മസ്തിഷ്ക മരണത്തിലൂടെ കടന്നു പോകണമെന്നില്ല. പക്ഷേ മസ്തിഷ്ക മരണം ശരിക്കും നമ്മളെല്ലാം അത് ആ പ്രൊസീജിയർ ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്താലേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ എത്രത്തോളം മസ്തിഷ്ക മരണം സംഭവിക്കുന്നുണ്ട്, എത്രത്തോളം ഡൊണേഷൻ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ എല്ലാ സാഹചര്യത്തിലും മസ്തിഷ്ക മരണം നേരെ ചിലപ്പോൾ അല്ലാതെ തന്നെ മരണം നേരിട്ട് സംഭവിക്കും. മസ്തിഷ്ക മരണം ചില സ്പെസിഫിക് സിറ്റുവേഷൻസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാ ആശുപത്രിയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ആശുപത്രികളിൽ ബോധവൽക്കരണം വേണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവണം. എല്ലാം ഈ മസ്തിഷ്ക മരണം ഉണ്ടാകുന്ന സാഹചര്യത്തിലെല്ലാം മസ്തിഷ്ക മരണം അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ളത്.